നമസ്കാരം കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടു, പദ്യം നന്നായിട്ട് വായിച്ചു പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഈ പദ്യത്തിൻ്റെ അർത്ഥം നോക്കാം. കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമാണ് ഈ കവിത. ഗാഥ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാട്ട്. കൃഷ്ണഗാഥ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ പാട്ട്, കൃഷ്ണനെക്കുറിച്ചുള്ള പാട്ട്. കൃഷ്ണന് തൻ്റെ വളർത്തമ്മയായ യശോദയോടുള്ള സ്നേഹവും പിരിഞ്ഞിരിക്കുന്നതിനുള്ള വിഷമവും നമുക്ക് ഈ കവിതയിൽ കാണാം. അമ്മാവനായ കംസനെ വധിച്ചതിന് ശേഷം കൃഷ്ണൻ മധുരയിലെ രാജാവാകുന്നു. ആ സന്ദർഭത്തിൽ വളർത്തച്ഛനായ നന്ദഗോപർ കണ്ണനെ കാണാൻ വരുന്നു. തിരികെ വൃന്ദാവനത്തിലേക്ക് മടങ്ങുന്ന നന്ദഗോപരുടെ കയ്യിൽ അമ്മ യശോദയ്ക്കുള്ള സമ്മാനങ്ങളും മറ്റും കണ്ണൻ നൽകുന്നു. കൂടാതെ വൃന്ദാവനത്തിൽ അമ്മയോടൊപ്പം ചെലവഴിച്ച സമയത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ കവിതയുടെ സന്ദർഭം. നമുക്കിനി ആദ്യത്തെ 6 വരിയുടെ അർത്ഥം നോക്കാം. അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ തുടങ്ങി എന്നെ മറക്കൊല്ല എന്നിങ്ങനെ. അതുവരെയുള്ള അർത്ഥം നോക്കാം. കൃഷ്ണനെ കാണാൻ മധുരാപുരിയിൽ വന്ന നന്ദഗോപരുടെ കയ്യിൽ യശോദയ്ക്ക് നൽകാൻ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഏൽപ്പിച്ചിട്ട് കണ്ണൻ ഇപ്രകാരം പറയുന്നു. എന്താണ് പറഞ്ഞത്? ഈ മനോഹരമായ വസ്ത്രങ്ങൾ 4 എൻ്റെ അമ്മയുടെ കയ്യിൽ ഇന്ന് തന്നെ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയണം, എൻ്റെ അമ്മയോട് എന്ത് പറയണം? എന്നെ മറക്കരുതേ എന്ന് പറയണമെന്നും കൃഷ്ണൻ നന്ദഗോപുരോട് പറയുന്നു. ഇവിടെ ചൊല്ലുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ചൊല്ലണം എന്ന് പറഞ്ഞ്, ചൊല്ലുക എന്ന് പറഞ്ഞാൽ പറയണം, പറയുക. അതുപോലെ ചെമ്മുള്ള ചേലകൾ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള വസ്ത്രങ്ങൾ. നൽചേല എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം, ഭംഗിയുള്ള വസ്ത്രം, നല്ല മനോഹരമായ വസ്ത്രം. അടുത്ത 6 വരി നോക്കിയാലോ. പാൽവെണ്ണയുണ്ണാഞ്ഞ് വേദനയുണ്ടുള്ളിൽ തുടങ്ങി കേഴുവാനല്ലായെങ്കിൽ എന്ന് ചൊല്ലു. അതുവരെയുള്ള അർത്ഥം നോക്കാം. നമുക്കറിയാം, കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് എന്ത്? വെണ്ണ. കൃഷ്ണൻ്റെ കുട്ടിക്കാലത്ത് അമ്പാടിയിലായിരുന്ന സമയം വെണ്ണ കട്ടതും ഉരലിൽ കെട്ടിയിട്ടതും ഒക്കെ നമ്മൾ കഥകൾ പഠിച്ചിട്ടുണ്ട്. ആ കുട്ടിക്കാലവും അമ്മ ഉണ്ടാക്കി തരുന്ന വെണ്ണയും ഒക്കെ ഇപ്പോൾ കഴിക്കാൻ പറ്റാത്തതിൽ കണ്ണന് വളരെ സങ്കടമുണ്ട്. അപ്പം എന്താണ്? കണ്ണൻ ഇപ്പോൾ മധുരയിലെ രാജാവാണ്. ആ അമ്മ ഉണ്ടാക്കി തരുന്ന പാൽവെണ്ണ കഴിക്കാൻ പറ്റാത്തതിൽ വളരെ ദുഃഖമുണ്ട് എന്ന് കൃഷ്ണൻ പറയുന്നു. വൃന്ദാവനത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ പക്കൽ വെണ്ണയും പാലും വാഴപ്പഴങ്ങളും കൊടുത്തു വിടണമെന്ന് കൃഷ്ണൻ നന്ദഗോപരോട് പറയുകയാണ്. കേഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? കരയുക. വരുത്തണം എന്ന് പറഞ്ഞാൽ കൊടുത്തു വിടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത 6 വരി നോക്കിയാലോ. ചിറ്റാടയുണ്ട് ഞാൻ പെട്ടകം തന്നുള്ളിൽ തുടങ്ങി മങ്ങാതെ മാനിച്ചു കൊള്ളയണം നീ. അതുവരെയുള്ളതിൻ്റെ അർത്ഥം നോക്കാം. കൃഷ്ണൻ വൃന്ദാവനത്തിലായിരുന്ന സമയം അവിടെ ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ചിറ്റാട. ചിറ്റാട എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മുണ്ട്. അത് പെട്ടകം തന്നുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്, മറ്റാരും കാണാതെ വെച്ചിരിക്കുകയാണ്. അത് നശിച്ചു പോകുമോ എന്ന് എൻ്റെ ഉള്ളിൽ വല്ലാതെ വിഷമമുണ്ട്. അത് നശിച്ചു പോകുമോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാതെ വിഷമമുണ്ട്. ദീനം എന്ന് പറഞ്ഞാൽ വിഷമം, മാനസം മനസ്സ്. പിന്നെന്താണ്? മഞ്ഞ നിറത്തിലുള്ള കൂറ എന്ന് പറഞ്ഞാൽ വസ്ത്രം. മഞ്ഞ നിറത്തിലുള്ള എൻ്റെ വസ്ത്രങ്ങൾ അത് നിറം മങ്ങാതെ സൂക്ഷിക്കണമെന്ന് അമ്മയോട് പറയണം എന്ന് നന്ദഗോപുരോട് പറയുകയാണ്. ഊനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നശിച്ചു പോവുക. ഇനി നമുക്ക് അടുത്ത 6 വരി നോക്കാം. പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങു ചൊല്ലിയിട്ട് തുടങ്ങി കണ്ടിക്കൻ ചേല മറക്കൊല്ലാതെ. അവിടെ വരെയുള്ള അർത്ഥം നോക്കാം. പണ്ട് ഞാൻ കുട്ടികളെ നുള്ളിയെന്ന് മറ്റുള്ള കുട്ടികളുടെ അമ്മമാർ വന്ന് പരാതി പറഞ്ഞപ്പോൾ അമ്മ എന്നെ പീലി കൊണ്ടടിച്ചിരുന്നു. പീലി കൊണ്ടടിച്ചാൽ തൻ്റെ മകന് വേദനിക്കയില്ല, എന്നാൽ അവൻ്റെ തെറ്റിനുള്ള ശിക്ഷ നൽകിയെന്നും ആയി. അത്രയും സ്നേഹനിധിയായ ഒരു അമ്മയെയാണ് കവി ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അമ്മ അടിച്ചതുകൊണ്ട് താൻ കരഞ്ഞതും ഭക്ഷണം കഴിക്കാൻ വരാതെ നിന്നതും കണ്ണൻ ഓർമ്മിക്കുന്നു. ആ സമയത്ത് ശിക്ഷ നൽകിയതിന് പകരമായി അമ്മ തനിക്കൊരു പച്ച നിറത്തിലുള്ള ചേല നൽകിയതും ഞാൻ മറന്നിട്ടില്ല എന്ന് കണ്ണൻ നന്ദഗോപരോട് പറയുകയാണ്. ഇവിടെ തെണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ. തെണ്ടം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ശിക്ഷ. കണ്ടിക്കൻ ചേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള വസ്ത്രം. വഴക്കായിപ്പോയി എന്ന് പറഞ്ഞാൽ പിണങ്ങിപ്പോയി. കേഴുക, കരയുക. കരഞ്ഞുകൊണ്ട് വഴക്കായിപ്പോയി, കേണുകൊണ്ട് അന്ന് വഴക്കായിപ്പോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോയി എന്നാണ് അർത്ഥം.
ഇനി അടുത്ത അവസാനത്തെ 6 വരിയും കൂടെ നമുക്ക് നോക്കാം. പൊങ്ങിനോ രോഷ പുലമ്പി നിന്നിടുന്ന തുടങ്ങി ഞാണിറ്റു പോകല്ല ഞാൻ വരുമ്പോൾ. അതുവരെയുള്ള അർത്ഥം കൂടി നമുക്ക് നോക്കാം. കൃഷ്ണൻ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പാവകളുണ്ട്. അത് വലിയ ഒച്ചകളുള്ള കിങ്ങിണികളൊക്കെയുള്ള പാവകളാണ്. അത് താഴെ വീണ് ഉടഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ, കേടുപാടുകളൊന്നും വരാതെ പാലിച്ചു കൊള്ളണം എന്ന് കണ്ണൻ നന്ദഗോപരോട് പറയുകയാണ്. കൂടാതെ മനോഹരമായ ഒരു ഓണവില്ലുണ്ട്. അതിൻ്റെ ഞാണൊന്നും അറ്റുപോകാതെ സൂക്ഷിക്കണം എന്ന് കണ്ണൻ പിതാവിനോട് പറയുന്നു. താൻ തിരിച്ച് വൃന്ദാവനത്തിലെത്തുമ്പോൾ ഇതൊക്കെ അവിടെ മനോഹരമായി തന്നെ നശിച്ചു പോകാതെ കാണണം, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം എന്ന് നന്ദഗോപരോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. പൊങ്ങിനോ രോഷ. ഓശ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശബ്ദം അല്ലെങ്കിൽ ഒച്ച. പാലിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. ചേണുറ്റ എന്ന് പറഞ്ഞാൽ മനോഹരമായ എന്നുള്ളത് തന്നെയാണ് ചേണുറ്റ എന്നതിൻ്റെയും അർത്ഥം. കൃഷ്ണന് മാതാപിതാക്കളോടുള്ള സ്നേഹവും വൃന്ദാവനത്തിലെ ഓർമ്മകളും എല്ലാം കവി ഈ കവിതയിലൂടെ വർണ്ണിക്കുന്നു. ഈ കവിതയും അർത്ഥവും എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം നന്നായിട്ട് പഠിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.